പിന്നെ നമ്മൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത് മുന്നേ. എൻ്റെ പേര് ഇന്ദിര. ഞാനൊരു വർക്ക് ചെയ്യാണ്. മലപ്പുറം വേങ്ങരയാണ് എൻ്റെ വീട്. ഒരു ലേഡീസ് സപ്പോർട്ട് സെൻ്ററിലാണ് റെമഡിയൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നത്. വിൻഡോയിൽ വന്നത് നമ്മൾ കൂടുതലായിട്ടും അങ്ങനെ എന്താ പറയുക CBT വഴിയാണല്ലേ വിൻഡോയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ഞാനും ഒരു CBTയിലൂടെയാണ് വിൻഡോയിലേക്ക് വന്നത്. ഒരുപാട് സന്തോഷം. ആ ഒരു വരവ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ടച്ച് എടുക്കുകയായിരുന്നു. അതായത് ചെറിയൊരു ഫീസ് CBT പോലെയുള്ള കോഴ്സുകൾക്ക് ഇന്ദിര മാം ഈ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇന്ദിര മാം ഈ സാർ ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. മാമിന്റെ സൗണ്ട് വോയിസ് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ പറ്റുമോ? എന്തെങ്കിലും സ്പീക്കറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എനിക്ക് ഭയങ്കര മാത്രമാണോ ക്ലാരിറ്റി? അല്ല, എനിക്ക് കുറവ്, സൗണ്ട് ഭയങ്കര കുറവ്. ക്ലാരിറ്റി കുറവാണ്, ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഭയങ്കര ലോ ആയിട്ട് തോന്നുന്നുണ്ട്. സൗണ്ട് ഒന്ന് കൂട്ടി നോക്കി. ലാപ്ടോപ്പ് ആണോ മൊബൈലാണോ എന്താണ്? ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാമോ? അപ്പൊ ഓക്കെയാണ്. നേരത്തെ മാറ്റണ്ടേ? ബ്ലൂടൂത്ത് വഴിയായിരുന്നു ഇതാക്കി. ചിലപ്പോ അതിന്റെ ആയിരിക്കാം. ഓക്കെ, എനിവേ ഈക്കോ ഫീലിംഗ് ഇല്ലേ? ഈക്കോയുടെ ഫീലിംഗ് ഇല്ലേ? എക്കോ ആവണ മാതിരി ഉണ്ട്. ഉണ്ടോ? ജസ്റ്റ് ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് ഞാൻ കയറാം. ഒറ്റ മിനിറ്റ്. ഇപ്പോഴോ? ഇപ്പൊ ബെറ്റർ ആണ്, നല്ല ബെറ്റർ പറ്റുന്നുണ്ടോ? ഓക്കെ, സന്തോഷം. സോറിട്ടാ, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. ഓക്കെ, എനിവേ ഞാൻ വിൻപിള്ളിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ CBT പോലെയുള്ള ഒരു കോഴ്സ് നമ്മൾക്ക് ചെറിയൊരു എമൗണ്ടിൽ കിട്ടുക എന്ന് പറയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് സംശയിച്ചിരിക്കും. അത് എത്രത്തോളം വാല്യുബിൾ ആണ്, നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് കിട്ടും, നമ്മൾ എടുക്കുന്ന ഫാക്കൽറ്റീസ് എത്രത്തോളം നന്നാകും എന്നുള്ളത് അല്ലെ. സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത എന്റെയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെ പറയാണ്, ഞാൻ ആ CBT കോഴ്സ് ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം. കാരണം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയൊരു രീതിയിലെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ വരാൻ പറ്റുക എന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിനോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. താങ്ക് യു. ഇതാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ എൻഡ് ആണ്. അവസാനത്തോടടുക്കുമ്പോൾ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും അല്ലേ. ഒരു വർഷത്തിന് അവസാനമുണ്ട്, ഒരു ബന്ധത്തിന് അവസാനമുണ്ട്, ഒരു ജോലിക്ക് അവസാനമുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നമ്മൾ ഈ ഒരു വർഷം അവസാനത്തോടെ പോകുമ്പോൾ നമ്മൾ എവിടെ എത്തിപ്പെട്ടു, ഇനി എത്രത്തോളം നമ്മൾക്ക് മാറ്റാൻ, നമ്മളിൽ എത്രത്തോളം മാറ്റം വരുത്താനുണ്ട് എന്ന ഒരു എന്താ പറയാ റീതിങ്ക് നമ്മളൊന്ന് ചെയ്താലോ എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നി ഈ ഒരു ഡിസംബർ സ്ലോട്ട് കണ്ടപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും അവസാനം ഇത്രയും ഒന്നും മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ലാസ്റ്റ് മൊമെന്റെങ്കിലും എനിക്കൊരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ളൊരു തോട്ട് നമ്മളുടെ ഉള്ളിൽ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു തോട്ടാണ് എൻ്റെ ഉള്ളിലേക്കും വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്യുന്നതും. ഏത് ടോപ്പിക് ഞാൻ എടുക്കണം എന്ന് തോന്നിയപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്തുകൊണ്ട് അവസാനത്തേതിലേക്ക് ആ ഒരു ടോപ്പിക് എടുത്തുകൂടാണ്.
അങ്ങനെ ആ അവസാനത്തേതിലേക്ക് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഞാൻ എടുത്തു വന്നിരിക്കുന്നത്. ശരിക്കും അവസാനം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു എന്നാണോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എനിക്ക് ഈ ഒരു ടോപ്പിക് കണ്ടപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടൊരു തോട്ട് എന്ന് പറയുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിങ്സ് ആണ് അവിടെ കിട്ടുന്നത്, അതാണ് ഈ ഒരു ടോപ്പിക് എന്നാണ് എനിക്കൊരു ഫീലിംഗ് തന്നിട്ടുള്ളൂ. അപ്പൊ എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഹലോ, ആരെങ്കിലും കേൾക്കാമോ? പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഒരു വർഷം അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എങ്കിൽ എന്റെ ഒരു ചിന്താഗതിയിൽ ഈ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് തന്നെ അറിയാലോ. ഒരു വർഷം നമ്മൾ എന്തൊക്കെ നേടി, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഇനിഷ്യേറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൂടാതെ നമുക്ക് എന്റെ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ഞാൻ എന്തും തന്നെത്താനൊന്ന് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതില് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും ഒരു എൻഡ് ആയിട്ട് കാണില്ല. പുതിയൊന്ന് തുടങ്ങാനുള്ള ഒരു എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് പുതിയത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ എൻഡിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒന്നുകിൽ സാറ്റിസ്ഫാക്ഷനിലാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചെയ്യണം എന്നുള്ളതാവാം. അങ്ങനെ ചെയ്യാനുള്ളതാണെങ്കിൽ അതിനെ തുടങ്ങാനുള്ള പുതിയൊരു അവസരമായിട്ട് ആ എൻഡിനെ ഞാൻ കാണുന്നു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നിസാർ സാർ പറഞ്ഞ പോലെ, നേരത്തെ മാം പറഞ്ഞ പോലെ, എനിക്ക് പേരുകൾ എല്ലാവരുടെയും കാണുന്നില്ല, അതുകൊണ്ടാണ് ഫോണിലൂടെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെയാണ് ഞാനും ചിന്തിച്ചത്. എന്തുകൊണ്ട് നമ്മൾ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റീതിങ്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമ്മളുടെ കയ്യിൽ വരുത്തണം എന്നുള്ളത്. ഞാനും അങ്ങനെ ഒരു റീതിങ്ക് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വർഷം പോകുമ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു സൈൻ ഈ ഒരു വർഷത്തിൽ ഇടണം എന്നുള്ളത്. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണം ആർക്കെങ്കിലും എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഓരോ അവസാനങ്ങളിൽ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾക്കതൊരു ആഗ്രഹമായിരിക്കാം. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പം അത് വളരെയധികം സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജിയും കൂടിയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഒരിക്കലും അവസാനം എന്ന് പറയുമ്പോൾ എല്ലാം തീർന്നു എന്നല്ല, പുതിയൊരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ് അല്ലെ? അവസാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന കുറച്ച് വികാരങ്ങൾ ഉണ്ടല്ലേ? പേടി ഉണ്ടാകാം, ആശങ്കയുണ്ടാവാം, ഒരു എന്താ പറയാ സങ്കടങ്ങൾ ഉണ്ടാകാം അല്ലെ? ഇത് തീർന്നു പോയോ? ഇപ്പൊ ഒരു കുട്ടി വേറൊരു ക്ലാസ്സിലേക്ക് മാറി, ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചറെ കാണുന്നില്ല, അവന്റെ കൂട്ടുകാരികളെ കാണാൻ പറ്റുന്നില്ല എന്ന ആ ഒരു തോട്ട്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലാസ് കഴിഞ്ഞോ, അല്ലെങ്കിൽ എന്താ പറയാ ഈ ക്ലാസ് ഇനി എൻ്റെ ഫ്രണ്ട്സുകൾ എന്നെ കൂടെ കൂട്ടുന്നില്ലേ എന്നുള്ള ഒരു തോന്നല് അവന്റെ ഉള്ളിൽ ഉണ്ടാകാം അല്ലെ? അതേപോലെ തന്നെ ഒരു ടീച്ചറിന് ഒരു ബാച്ച് വിടുമ്പം ഇനി ഇത്തരത്തിലുള്ള കുട്ടികളെ, ഈ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു തോട്ടൊക്കെ ഉണ്ടാകാം അല്ലെ? ശരിക്കും അവസാനം എന്ന് പറയുമ്പോൾ ഒരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ്. യെസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലും പറയാൻ ഉദ്ദേശിക്കുന്നതും ഈ മാറ്റങ്ങൾ തന്നെയാണ്. ഒരു കുട്ടി അമ്മയോട് ആ മോന് ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. ആ ബുക്ക് വായിച്ചുകൊണ്ട് അവൻ ആ രസത്തോടു കൂടി അങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ലാസ്റ്റ് എത്തിയപ്പോൾ അവൻ കരഞ്ഞു. അപ്പൊ ആ അമ്മ ചോദിച്ചു, എന്താ മോനെ കരയുന്നത്, എന്താ മോനെന്താ ഈ ബുക്ക് വായിച്ചിട്ട് കരയുന്നതെന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ഇനി ഈ കഥാപാത്രങ്ങളൊന്നും എൻ്റെ ഉണ്ടാവില്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഈ ബുക്ക് വായിച്ചു, അത് തീർന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിന്റെ ഉള്ളിലുള്ള, നിനക്ക് അതിൽ നിന്ന് ആ ബുക്ക് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയല്ലേ, ആ കാര്യങ്ങൾ നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നിനക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അതിൽ നിന്നും കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ അമ്മ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഒരിക്കലും ജീവിതം എന്ന് പറയുന്നതും അതേപോലെയാണ്. ഒരിക്കലും അതൊരു അവസാനമല്ല, മറ്റൊരു തുടക്കത്തിന് കാരണമാണ്. അവസാനമില്ലാത്ത ഒരു കാര്യവും ഇല്ലല്ലേ, ഒന്നിനും ഒരു അവസാനമില്ല. യെസ്, ജീവിതം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ്. ഇനി നമുക്കൊന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാലോ. നമ്മൾ എത്രത്തോളം നമുക്ക് മാറ്റാൻ സാധിച്ചു, നമ്മൾ
എന്ത് പഠിച്ചു, പുതിയൊരു സ്കിൽ എത്രത്തോളം നേടി, അതേപോലെ തന്നെ നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്താലോ ഓരോ നിമിഷത്തിലൂടെ ഒന്ന്. ഇത് ഒരിക്കലും ഒരു നമ്മളെ തന്നെ സ്വയം ബ്ലെയിം ചെയ്യാനുള്ളൊരു അവസരമാക്കാതെ നമ്മൾക്ക് പുതിയൊരു എനർജി കിട്ടാനുള്ള ആ ഒരു കോൺഫിഡൻസ് ആക്കിയിട്ടും ആ ഒരു ഉറച്ച തീരുമാനമാക്കിയിട്ടും മാറ്റിയാൽ ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഒരു കുഞ്ഞൊരു ആക്ടിവിറ്റി ഒന്ന് ചെയ്താലോ? എല്ലാവരും ഒന്ന് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് കുഞ്ഞൊരു ആക്ടിവിറ്റി ചെയ്യും. ഇത് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾക്കൊന്ന് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് അതിനെ കാണാം. Yes. ഒന്ന് കണ്ണടയ്ക്കോ? ഈ അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എത്രത്തോളം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ആ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ വളർത്തിയ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അനുഭവം എന്തായിരുന്നു? ഇന്ന് ഞാൻ എത്തിപ്പെട്ട ഈ ഒരു സാഹചര്യം പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അല്ലെ? ആ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് ചിലപ്പോൾ സങ്കടകരമായിട്ടുള്ള അനുഭവമായിരിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരിക്കാം. അടുത്ത വർഷത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുണം അത് എന്താണ്? നമ്മൾക്ക് നമ്മളോട് തന്നെ സ്വയം ചോദിക്കാനുള്ള ഒരു 3 കാര്യങ്ങളാണത്. ഈ ചോദ്യങ്ങൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ്. അതൊക്കെ ഒന്ന് കണ്ണടയ്ക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കണ്ണ് തുറക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. ഹലോ, ക്വസ്റ്റ്യൻ കൂടി പറയോ? കേൾക്കുന്നുണ്ടായിരുന്നോ? കേട്ടിട്ടില്ല? ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴൊന്ന് ബ്രേക്കായി. ബ്രേക്കായി, അയ്യോ സോറി കേട്ടോ. അതായത് നമ്മളുടെ ഒന്ന് റീതിങ്ക് ചെയ്യാണ് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ. ആ ഉള്ളിലേക്ക് റീതിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ വർഷ അവസാനമാണല്ലേ വരുന്നത്. ഈ വർഷ അവസാനത്തില് ഈ ഒരു വർഷം മുഴുവനും നമ്മൾ നന്ദി പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ അല്ലെങ്കിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ആദ്യമായിട്ട് ഞാൻ ചോദിച്ചത്. അടുത്തത് ചോദിച്ചത്, നമ്മളെല്ലാവരെയും ഈ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അത് ചിലപ്പം സങ്കടമുള്ള ഒരു അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് നീയൊന്നും എവിടെയും നന്നാവില്ല, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും എനിക്കിത് നന്നാകണം, ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്നുള്ളൊരു തോട്ട് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ നമുക്ക് ഏറ്റവും എന്താ പറയാ ഒരു അനുഭവം, അത്തരത്തിലുള്ളൊരു അനുഭവം, അല്ലെങ്കിൽ ഏറ്റവും നീ നന്നായിട്ടുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ, ഇനിയും ഇതിന്റെ ഏറെ നിങ്ങൾക്ക് ഒരു പടി മുന്നിലേക്ക് എത്താമെന്നുള്ള ആ ഒരു ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ആ ഒരു അനുഭവം എന്തായിരുന്നു എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തതായിട്ട് ഞാൻ ചോദിച്ചത്, അടുത്തൊരു വർഷത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഒരു ഗുണം, എന്നിലുള്ള നല്ലൊരു ക്വാളിറ്റി അത് എന്താണെന്നായിരുന്നു ഞാൻ മൂന്നാമതായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഒരു എക്സ്പീരിയൻസ്? എന്റെ ലൈഫില് ഗുഡ് മോർണിംഗ്. എന്റെ ലൈഫില് കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുമ്പം നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ലൊരു രീതിയിൽ തന്നെ എക്സസൈസും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഹെൽത്തി ഈറ്റിങ്ങും ഒക്കെ കഴിയുന്നതും ചെയ്യാൻ പറ്റി. അപ്പം അതെനിക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. കുറച്ചും കൂടെ ഈവൻ ബെറ്റർ ആയിട്ടാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ കൂടുതൽ അപ്സ്കിൽ ചെയ്യാനായിട്ട് കൂടുതൽ കോഴ്സുകളൊക്കെ പലതും നമുക്ക് വിമ്പിളിൽ നിന്ന് തന്നെ കുറേയേറെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മളിങ്ങനെ എടുക്കാൻ പറ്റി.
അപ്പൊ അതുമൊക്കെ കൂടുതലും ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഈ മോർണിംഗ് സർക്കിളില് ജോയിൻ ചെയ്തിട്ട് അധികം നാളായില്ല, പക്ഷേ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. മോർണിംഗ് നല്ലതായിട്ടൊരു തുടക്കം, ഒരു ദിവസത്തെ നല്ലൊരു തുടക്കം. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതും ആഗ്രഹിക്കുന്നു. അങ്ങനെ പൊതുവെ റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പം വലിയ കുഴപ്പമില്ലാത്തൊരു വർഷം തന്നെ, നല്ലൊരു വർഷം, കുഴപ്പമില്ലാത്തതെന്നല്ല, നല്ലൊരു വർഷം തന്നെയായിരുന്നു. അത് അങ്ങനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളുമായിട്ടും നമ്മൾ മുന്നോട്ട് പോകണം. പലരും നമുക്കൊക്കെ പല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും അല്ലെ, ഞാൻ മതി വരില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന ആ ഒരു ചിന്താഗതിയൊക്കെ നമ്മൾ മാറ്റിമറിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു തോട്ടോട് കൂടിയിട്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ട്, അത് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി കൂടിയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ആ ഒരു ലഗേജിൽ, ആ ഒരു ബാഗിൽ എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ കൊണ്ടുപോകും ഇല്ല അല്ലെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ അതെല്ലാം കൂടി ആ യാത്രയിലേക്ക് കൊണ്ടുപോകും ഇല്ല. നമുക്ക് അവിടെ വേണ്ടപ്പെട്ട, നമുക്ക് അത്യാവശ്യം നമ്മൾ ആ പോകുന്ന സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ അവിടെ എങ്ങനെ കഴിയണം എന്നുള്ള, അവിടെ അത്യാവശ്യം എന്താണ് അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുള്ളൂ അല്ലെ. യെസ്, അതേപോലെ തന്നെയാണ് പുതിയൊരു വർഷത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കൂടെ കൂട്ടുക. അത് നന്ദിയോടെ, നമുക്ക് ക്ഷമയോടെ മറ്റുള്ളവരെ നമ്മൾക്ക് പുതിയൊരു നല്ലൊരു ആളുകളെ ആക്കാനും, എന്താ പറയുക, നന്നായിട്ട് ഇടപഴകാനും, നല്ല സ്നേഹത്തോടെ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കെയർ ചെയ്യുക. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരെയും അതേ രീതിയിൽ സ്നേഹിക്കാൻ കഴിയുള്ളൂ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്ന ചിന്ത ഒഴിവാക്കുക എന്നല്ലേ. ഞാൻ എന്ന ഒരു ചിന്ത മാറ്റി നമ്മൾ എന്ന ചിന്തയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെയും നമ്മൾക്ക് മനസ്സിലാക്കാനും അവരെ എൻകറേജ് ചെയ്യിപ്പിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടം, ഈ ഒരു സമയം മാറ്റി പുതിയൊരു സമയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനം തന്നെ ഉണ്ടാകട്ടെ. കാരണം ഞാൻ ചെറുപ്പത്തില് നമ്മളുടെ ഒരു കൗമാര പ്രായത്തിലൊക്കെ അംഗനവാടിയിലെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് വരാറുണ്ട്. അപ്പൊ അന്ന് ഈ കൗമാര പ്രായക്കാർക്ക് പ്രത്യേകം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അവരെന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത്. അന്ന് ഞങ്ങൾക്ക് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. ആ സാറ് പറഞ്ഞ ഒരു കാര്യം അത് ഇന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്രയും ഇമ്പാക്റ്റ് ഉള്ള, അത്രയും എനർജി ഉള്ള ഒരു 3 കാര്യങ്ങൾ സാർ എന്ന് എന്നോട് പറഞ്ഞു. എന്നോടെന്നല്ല, ഞങ്ങളുടെ ആ ക്ലാസ്സുകൾക്ക് തന്നു. അത് ആ ക്ലാസ് കേട്ടിട്ടുള്ള എല്ലാവരുടെ ഉള്ളിലും അത് ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എൻ്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യട്ടെ. 3D എന്ന് പറയുമ്പം സാർ പറഞ്ഞത് ഡിസയർ, ഡിസിഷൻ, ഡിറ്റർമിനേഷൻ എന്നാണ്. ഡിസയർ എന്ന് പറയുമ്പം ഉത്കടമായ ആഗ്രഹം. നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു എനർജി കിട്ടുക അല്ലെ. നമുക്ക് ആഗ്രഹിക്കണം. നമ്മളെ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ നമ്മൾ സ്വപ്നം കാണാൻ ആഗ്രഹിക്കണം, അപ്പോഴാണ് ആ സ്വപ്നത്തിന്റെ പുറകിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് ഒരു കുന്നിക്കുരുവോളെങ്കിലും നമ്മൾക്ക് നേടാൻ കഴിയുമെന്നുള്ളത്. അടുത്തത് ഡിറ്റർമിനേഷൻ ആണ്. ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉറച്ച തീരുമാനം. നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ ഒരു ഉറച്ച തീരുമാനം തന്നെ എടുത്തു. അതേപോലെ തന്നെയാണ് ഡിസിഷനും. ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ തീരുമാനം അതങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഡിസയറും ഡിസിഷനും ഡിറ്റർമിനേഷനും നമ്മളുടെ കൂടെ കൂടുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യം, അത് ചെറുതോ ആകട്ടെ വലുതോ ആകട്ടെ, ആ ഒരു കാര്യം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ലൈഫ് എക്സ്പീരിയൻസ് പറയാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഒരു എന്താ പറയാ, അച്ഛനും കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മയ്ക്കൊരു അസുഖമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ പോകെ ഒരു 3 കുട്ടികളായപ്പോൾ, ഞങ്ങൾ 7 മക്കളാണ്. അപ്പം 3 കുട്ടികളായ സമയത്ത്
അമ്മയ്ക്ക് മെന്റലി പ്രോബ്ലംസ് വരാൻ തുടങ്ങി. അതായത് ഇന്നത്തെ പോലെ ഡിപ്രഷൻ എന്ന പേരൊക്കെ കൊടുക്കും. അന്ന് ഡിപ്രഷൻ എന്ന പേരുമില്ല, ഒന്നുമില്ല. അപ്പം അമ്മേനെ മാനസികമായിട്ട് അമ്മയ്ക്ക് പ്രശ്നങ്ങൾ വന്ന സമയത്ത് അവിടെ അമ്മയ്ക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുത്താന്നുള്ളത് അത് അമ്മേനെ മെന്റലി പ്രയാസങ്ങൾ ഉണ്ടാക്കി മാറ്റി. അങ്ങനെ അച്ഛൻ ഗൾഫിലായിരുന്നു. അച്ഛൻ ആ ഗൾഫ് വിട്ട് പോന്നു. ആ 3 കുട്ടികളെ കുഞ്ഞു കുഞ്ഞു പ്രായമാണ്. അതായത് 5ാം ക്ലാസ്, 4ാം ക്ലാസ്, 3ാം ക്ലാസ്, ആ ഒരു ചെറിയ പ്രായമാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അച്ഛൻ ആ ഗൾഫ് ഒഴിവാക്കിയിട്ട് വന്നു, നാട്ടിൽ സ്ഥിരമായി. അങ്ങനെ ബാക്കി ഞങ്ങൾ 4 പേരും, പിന്നെ അച്ഛൻ അച്ഛൻ്റെതായിട്ടുള്ള രീതി, അച്ഛൻ അമ്മയെ നല്ല രീതിയിൽ കൊണ്ടു നടന്നു. ഇന്നത്തെ ഒരു കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ഒരു ഇനി ഇവളെ കൊണ്ട് ഇവക്ക് ഈ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കും, ഈ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കും എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഡിവോഴ്സ് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താറുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചൊരു സാധനം എന്താ വെച്ചാൽ, ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രയാസങ്ങൾ അമ്മ അനുഭവിച്ചപ്പോഴും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്കൊരു തണലായി എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതൊരു എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഈ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി, പ്രായമുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, അമ്മേനെ കുറിച്ചിട്ടും അച്ഛനെ കുറിച്ചിട്ടും പറയാണ്. അപ്പം നിങ്ങളൊക്കെ ഈ ഒരു ലെവലിലേക്ക് എത്തിയല്ലോ എന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം. കാരണം ആരും അത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അച്ഛൻ അങ്ങനെയാണ്, അച്ഛൻ കള്ളു കുടിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഈ അസുഖമായപ്പോൾ അച്ഛൻ കള്ളു കുടിക്കൽ തുടങ്ങി. അപ്പോൾ എങ്കിൽ കൂടി അവിടെ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ അമ്മ ഇത്രയും തരണം ചെയ്തു, ഇപ്പോഴും ജീവനോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അച്ഛനും അതേപോലെ തന്നെ. അപ്പം നമ്മൾ മക്കള് ഈ ഒരു ലെവലിലേക്ക്, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ജോലി എടുത്തിട്ട് ഒരു രീതിയിലേക്ക് എത്തിയല്ലോ എന്ന് കാണുമ്പം നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും നമ്മൾക്ക് പിന്നോട്ടേക്ക് നിൽക്കാൻ. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾക്ക് ഉണ്ടാകും. എങ്കിൽ കൂടി നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നിന്നും പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ആ ഒരു സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അച്ഛൻ ഗൾഫിലാണ്, അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാം പൈസക്കാരാണ്, അപ്പൊ എനിക്ക് ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ വരെ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരും. എല്ലാവരും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനോ, അവരൊരു ചെറിയ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാക്കാനും പറ്റുക എന്നുള്ളത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ഞാൻ ശരിക്കും അന്ന് ആ സാഹചര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞാൻ അവരുടെ നന്ദി പറയാണ്. കാരണം ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അച്ഛൻ അവിടെ ആ ഒരു എൻഡിലേക്ക് എത്തിയ സമയത്ത് അച്ഛന്റെ ഗൾഫ് അവിടെ വിട്ടിട്ട് പോരുകയാണ്. അപ്പൊ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇത് എൻ്റെ ഒരു അവസാനമാണ്, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം അച്ഛൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വഴിയാണ് ഈ ഒരു ടോപ്പിക് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം ഇനി എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ഒരു സ്റ്റേജിലേക്ക്, അടുത്തൊരു വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെയും വിട്ടുകളയാനുള്ള കാര്യങ്ങൾ വിട്ടുകളഞ്ഞും ക്ഷമ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ക്ഷമിച്ചു കൊടുത്തും നമ്മൾ സ്നേഹത്തോടെയും നന്ദിയോടെയും നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗോൾസുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ, നമ്മൾക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് ചുറ്റുമുള്ള ഈ ഒരു ആളുകളെയും നമ്മളെയും തന്നെ സ്വയം മാറ്റാനുള്ള ഒരു വഴി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ സ്നേഹത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ പറയട്ടെ, ഒരുപാട് ഉറച്ച തീരുമാനത്തോടെ നല്ല നല്ല ആഗ്രഹങ്ങളോടുകൂടി, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടാനും എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുള്ളൂ. ആ ഒരു ധൈര്യം, നമ്മളുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇനിയിപ്പം ഒരുപാട് അറിവുകളുള്ള ആളുകൾ, അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ഒരു ചെറിയൊരു ടോപ്പിക് എത്രത്തോളം ഫലവത്താകും എന്നുള്ളൊരു സ്വാഭാവികമായിട്ടും ഒരു തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ഉണ്ടാകും. അപ്പൊ ഞാൻ വിചാരിച്ചതും എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസുകൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവർക്ക് ഒരു
ഊർജം, മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഊർജം ആകട്ടെ എന്നുള്ളതാണ്. പുതിയൊരു വർഷം നിങ്ങളെ ഏവർക്കും തന്നെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള, ഉറച്ച തീരുമാനത്തോടെയുള്ള, ഒരുപാട് അനുഭവങ്ങൾ, പഠിച്ച അനുഭവങ്ങളുമായിട്ടുള്ള നല്ലൊരു പ്രതീക്ഷയോടെയുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ആശംസിക്കുകയാണ്. എനിവേ, അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ഇതായിരുന്നു എൻ്റെ ഒരു ടുവാർഡ്സ് ദ എൻഡ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു അവസാനമില്ല, അതിനൊരു തുടക്കം തന്നെയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് പുതിയൊരു തുടക്കത്തിലേക്ക് നോക്കി നമ്മള് നല്ലൊരു വർഷത്തിലേക്ക് കടക്കാനുള്ള ഒരു ഊർജമൊക്കെ തന്നതിന് ഒത്തിരി നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മള് കഴിഞ്ഞ വർഷത്തെ പറ്റിയൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും, പിന്നെ അടുത്ത പുതിയ വർഷത്തിലേക്ക് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള ഒരു ചിന്തയൊക്കെ കൊണ്ടുവരാനും, അതിനൊരു തീരുമാനം എടുക്കാനും, നമ്മുടെ ഡിസയർ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസിഷൻ, അതിനെ പറ്റിയൊക്കെ പറഞ്ഞത് നന്നായി. സോ താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. ഹായ്, ഗുഡ് മോർണിംഗ്. പിന്നെ ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് തോന്നുന്നത് ഇന്നത്തേത് വന്നിട്ടുള്ളത് അല്ലെ. കാരണം നമുക്ക് ഈ 2025 തുടക്കത്തില് നമ്മളൊരു തമാശ പോലെ എന്തൊക്കെ പ്ലാനായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ. ചിലത് നടന്നു, ചിലത് പാതി വഴിയിൽ നിന്നുപോയി, ചിലത് നമ്മളെ തന്നെ അങ്ങോട്ട് മാറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പിന്നോട്ട് നോക്കുമ്പോൾ ഒരു ചോദ്യം നമുക്ക് മുന്നിൽ ഉണ്ടാവും, എനിക്ക് എല്ലാം സാധിച്ചോ, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്തെങ്കിലും നിലനിർത്താൻ പറ്റിയിട്ടുള്ളോ എന്ന് നിശബ്ദമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെങ്കില് ഈ മാം ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം ഇമോഷൻ ഫീലിങ്സോട് കൂടിയിട്ടാണ്. കാരണം ഒരു വർഷവും നമ്മുടെ ഒരു ജയത്തിന്റെ കഥയാവണമെന്നില്ല. ചില വർഷങ്ങൾ നമുക്ക് സർവൈവലിന്റെ ഒരു കഥയും കൂടിയാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കി നമുക്ക് നല്ലൊരു ജീവിതത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് ഉള്ള ജീവിതത്തിന്റെ ആ ഒരു അതിന്റെ മൂല്യം മനസ്സിലാക്കി നമ്മുടെ കൺമുമ്പിലുള്ള ആളുകളെ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ, അവരെ കേൾക്കാനും അവർക്ക് നമ്മളാൽ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ പോകും. കാരണം 2025 എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ലൊരു വർഷം തന്നെയായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളെ ഈ ഒരു ഇമ്പിൾ അക്കാദമിയിൽ കൂടെ ഞാൻ നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. സുഹൃത്തുക്കളല്ല, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അറിവുള്ള ആളുകളെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അതേപോലെ നല്ലൊരു വർഷം കൂടി ഇനിയുള്ള 2026 എന്നെ പോലെ നിങ്ങൾക്കും എല്ലാവർക്കും ആവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതേപോലെ ഇന്നത്തെ ഒരു സെഷൻ വളരെ വളരെ നന്നായിരുന്നു. കാരണം ആ ഒരു ഇമോഷൻസ് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആ എക്സ്പീരിയൻസ് അത് റിയൽ ആണ് എന്നുള്ളത് ആ വാക്കുകൾ നമുക്ക് അറിയാൻ കഴിയും. അത്രയും ഒരു റിയൽ ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഇന്ദിര മാം, ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ കേൾക്കാൻ തന്നതിന്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സാറിന് ഓർമ്മയുണ്ടോ ഒരിക്കലും ഗ്രൂപ്പിൽ ഞാൻ എന്തോ ഒരു കമന്റ് പറഞ്ഞപ്പോ നിങ്ങളുടെ ക്ലാസ് കേൾക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത്? ഇന്ന് എന്റെ ക്ലാസ് കേൾക്കാൻ സാറ് ഉണ്ടായതിൽ എനിക്ക് വളരെയധികം സന്തോഷം. സാറിന്റെ അന്നത്തെ ആ ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളൊരു തോന്നല്. അതായത് നമ്മളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മള് മുന്നിൽ നിൽക്കുന്ന ആളുകൾ അത്രയും പ്രൊഫഷണലി ആവുമ്പോൾ നമ്മൾ എടുക്കുന്നതിൽ എന്താണ് എടുക്കുക, എങ്ങനെ എടുക്കും, എത്രത്തോളം അവിടെ ശരിയാകും എന്നുള്ളൊരു തോട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. വളരെയധികം സന്തോഷം സർ. ഇന്ന് സാറ് ഉണ്ടാകുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സാറ് ലൈവായിട്ട് കയറി, വളരെയധികം സന്തോഷം. സാറിന്റെ ആ ഒരു വാക്ക്, അതാണ് നമ്മൾക്കൊരു വാക്ക് മതി. ഒരാളുടെ ഒരു വാക്ക് മതിയായിരിക്കാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സാർ അന്നത് ചിലപ്പോ തമാശയിലാണോ പറഞ്ഞത് എങ്കിൽ കൂടി ഇന്ന് എനിക്ക് ആ ഒരു ക്ലാസ് എടുക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു അത് സർ. ഇന്നലെ ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയ കൂടെ തന്നെ സജ്ജന മാം എന്നോട് പറഞ്ഞിരുന്നു, നാളെ അഞ്ജന മാമിന്റെ ക്ലാസ് ആണ്, എന്തായാലും വന്നോളാണ്ട്, നല്ല അടിപൊളി ക്ലാസ് ആയിരിക്കും എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എന്നാ വരാമെന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്തായാലും അത് പറഞ്ഞ പോലെ വെറും വാക്കായില്ല, അത്രയും മനോഹരമായിട്ട് തന്നെ എടുത്തു എന്നുള്ളതാണ്. കാരണം ഒരു താങ്ക് അരമണിക്കൂറിന്റെ ഉള്ളിൽ ആ ഒരു ഫ്ലോ ഒരു കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ആൾക്ക് മാത്രമേ പറ്റൂ. പക്ഷെ ആ ഒരു ക്വാളിറ്റി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യു സർ. ഓക്കെ, എനിവേ താങ്ക് യു. ബാക്കിയുള്ള ആളുകളൊന്ന് ഇതിൽ ജോയിൻ ചെയ്തോട്ടെ ഡിസ്കഷനിലേക്ക്. അതെ അതെ അതെ. അല്ല, ഈ ഒരു കാര്യം ഞാൻ പറയാതെ പോയാല് അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണത്. കാരണം എനിക്ക് അത്രയും ഇപ്പൊ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഒരു ഗുരു ഇതിലുണ്ടാകുക പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു കാര്യമല്ലേ. ഇന്ദിര മാം, താങ്ക് കൺഗ്രാറ്റുലേഷൻസ്. ഒരു സാറുടെ മുമ്പിൽ മാമിന് ക്ലാസ് എടുക്കാൻ പറ്റി പറഞ്ഞാൽ അത് വലിയ ബ്ലെസ്സിങ്സ് തന്നെയാണ്. സോ അതിന് ഫസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് പറയാം. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഞാൻ ഈ മാം ഈ ടോപ്പിക് പറഞ്ഞത് കൊണ്ട് മാത്രം ആ ഫ്യൂ സെക്കൻഡ്സ് കണ്ണടച്ചൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഇതിൽ നമ്മൾ ഈ ഫ്ലോയിൽ പോയിക്കൊണ്ടേയിരിക്കും, അല്ലാതെ നമ്മൾ ചിന്തിക്കില്ല. സോ ഇതൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ താങ്ക്സ്. ആൻഡ് ഓൾസോ മാം വന്നിട്ട് ഇനീഷ്യൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വേഗം അപ്സെറ്റ് ആയിട്ട് ഒരു മൈൻഡ് എൻഡ് ആവുന്ന ഒരു തോട്ട് പ്രോസസ് വരും. പക്ഷെ അത് മാമിന്റെ ഇതിൽ ഫീൽ ആയില്ല. മാം അത് ബോൾഡായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. മാമിനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻട്രോ ചെയ്യുന്നത് കേട്ടതാണ് കേട്ടോ. സോ ഞാൻ മാമിനെ ഓൾറെഡി ഹിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാമിന്റെ ഒരു ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് അറ്റ് ദി എൻഡ് ഓഫ് എ പെർട്ടിക്കുലർ തിങ്, നമ്മൾ അത് അവിടെ വിട്ടിട്ട് അതിന്റെ നല്ലത് എന്താണ് അത് നമ്മളുടെ കൂടെ കൊണ്ടുപോയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അതൊരു ബിഗിനിങ് ആയിട്ട് വാട്ട് എവർ ഈസ് ഗുഡ് അതിന്റെ ഒരു ബിഗിനിങ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. സ്ട്രഗിൾസ് ആർ ഓൾവേസ് ദിയർ, ലൈഫിലെ സ്ട്രഗിൾസ് ആണ്. ആ സ്ട്രഗിൾസിന്റെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ ആ സ്ട്രഗിൾസിൽ സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് ഒരു മെസ്സേജ് ഫോർ എനിത്തിങ് വിച്ച് ഇസ് എൻഡിങ്. സോ താങ്ക്സ് എ ലോട്ട് മാം ഫോർ മേക്കിംഗ് us think. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഞാൻ ഇതേപോലെ തന്നെ എല്ലാവരെയും കാണുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ മുന്നിൽ ഒരു കുഞ്ഞൊരു ടോപ്പിക് എടുക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്, വലിയൊരു സന്തോഷം. ഇന്ദിര മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെക്ഷൻ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. നല്ലൊരു ഇമോഷണൽ ടച്ച്, സാർ പറഞ്ഞ പോലെ നല്ല ഇമോഷണൽ ടച്ചോട് കൂടി തന്നെ എടുത്തു. നമ്മളുടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ട് സക്സസ് പോയിന്റിൽ എത്തിയിട്ടുള്ള ഏതൊരാൾക്കും ഇതുപോലെ ഒരു കഥ പറയാനുണ്ടാവും. നമ്മളെ നെഗറ്റീവിൽ നിന്ന് ഉണർന്നു വന്ന, അല്ലെ നമുക്കുണ്ടാകുന്ന മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തിയിരിക്കുന്നിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു കഥ. എല്ലാവരുടെ ലൈഫിലും സക്സസ് ആയ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അങ്ങനെ ഒരു കഥ. നമ്മളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോ അവിടെ ഇരുന്ന് കരഞ്ഞ് തീർക്കണോ അതല്ല നമ്മ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണോ എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു കാഴ്ചപ്പാടാണ്. അത് ഈ പറഞ്ഞ പോലെ കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാവും. എല്ലാവരും ശരിക്കും ഒരു കോൺവെർസേഷനിലാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് ബ്രേക്ക് ചെയ്യാൻ പലർക്കും പ്രശ്നമാണ്. അപ്പൊ ഇതുപോലൊരു ഇൻസിഡന്റ് വരുമ്പോഴാണ് അത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുക അവിടെ നിന്ന്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് നമ്മളുടെ തന്നെ ഒരു വിജയമാക്കിയിട്ട് എടുത്ത് കാണണം. അതിനെ എങ്ങനെ നമുക്ക് അതിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമ്മളുടെ മൈൻഡ് പവറാണ്. ആ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കയറി വരും എല്ലാവർക്കും അത്. അങ്ങനെ അത് ബ്രേക്ക് ചെയ്ത് അവർ കയറി വരും, കൺഫേം ആണ്. അതല്ലാത്തവരാണ് ഈ സാഡായിട്ടും മൊത്തം ഈ കണ്ടല്ലേ ചില തേപ്പ് കിട്ടിയ ആളുകളൊക്കെ ലൈഫ് മൊത്തം നശിപ്പിച്ച് കളയുന്നുണ്ട്. അത് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞവരും സക്സസ് ആയി വന്നിട്ടുണ്ട്. കുറെ കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഞാൻ എന്തിനാണ് ഇങ്ങനെ നശിപ്പിച്ച് എന്റെ ലൈഫ് കളയുന്നത്. അവർക്ക് തന്നെ സ്വയം തോന്നണം. നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ. അതെ. അപ്പൊ എനിവേ എല്ലാവരും വിജയിച്ചു വരും. ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ സ്വയം തിരിച്ചറിയും ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടക്കമാണെന്ന് ഞാൻ പറഞ്ഞ പോലെ അവര് മനസ്സിലാക്കുന്ന ഒരു സമയം എല്ലാവരുടെ ലൈഫിലും വരും. അവിടെ നിന്നാണ് എല്ലാവരും ഇതുപോലെ കയറി വരാം. ഞാനടക്കമുള്ള മേമടക്കമുള്ള എല്ലാവരും കയറി വന്ന പോലെ എല്ലാവരും വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നല്ലൊരു പുതിയൊരു തുടക്കം ഞാൻ പറഞ്ഞ പോലെ ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടക്കമാണ്, പുതിയ ഒന്നിന്റെ തുടക്കം. താങ്ക് യു മാം, വളരെ നല്ല സെഷൻ ആയിരുന്നു.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിൽ. ഹലോ, ഹലോ മാം. എന്റെ മക്കൾ. കേൾക്കുന്നുണ്ട് മാം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മീറ്റിംഗ് ചെയ്തത്. എനിക്ക് 2025 ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പോ അത്ര ഹാപ്പി ആയിരുന്നില്ല. സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്ന സമയത്താണ് പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യും? ഞാൻ ആദ്യം വിളിച്ചത് എന്റെ ഗുരുവിനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇതൊക്കെ പഠിച്ചയാളല്ലേ, മറ്റുള്ളവരുടെ ലൈഫിലല്ലേ നീ ഇത് പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ളൂ, അപ്പൊ നിനക്ക് സ്വന്തം ബോഡിയിൽ ചെയ്യാനുള്ള ഒരു ധൈര്യമായിട്ട് ചെയ്തോളാം. ഞാൻ അങ്ങനെ ചെയ്തു. ഫെബ്രുവരി ബ്രേക്ക് ആയി പോയോ മാം? പോയോ? നെറ്റ് പ്രശ്നം വന്നു തോന്നുന്നു. അവര് നെറ്റ് പോയിന്ന് തോന്നുന്നു. നെറ്റ് പോയെന്ന് തോന്നുന്നു. ഗുഡ് ബാക്കിയുള്ളവർ മോർണിംഗ്. ഡിസ്കസ് ചെയ്തോളെ. ഗുഡ് മോർണിംഗ് ഇന്ദിര മാം. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് അലി സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാനും വിലയിരുത്താനും നമുക്ക് സാധിച്ചു. മാം എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഒരു വർഷം ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ജാനുവരി തൊട്ട് ഇനി ഡിസംബർ അവസാനിക്കാൻ പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, എന്തൊക്കെ പോസിറ്റീവ്, എന്തൊക്കെ നെഗറ്റീവ്, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് അല്ലെ. ഇതൊരു പുതിയൊരു തുടക്കമാണ്. കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഇവിടെ നിന്ന് പുതിയതായിട്ട് വീണ്ടും തുടങ്ങാം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ നേരത്താണ് ഒരു ഉന്തലാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹം കുറേ ഉണ്ട്, പക്ഷെ നമ്മൾ പിന്നോട്ടേക്കും. ഓക്കെ, ഇനി സമയമുണ്ട്, പക്ഷെ ഇനി സമയമില്ല എന്നൊരു ബോധ്യം തന്നതുകൊണ്ടും ഇനിയും തുടങ്ങാൻ വളരെ പെട്ടെന്ന് ചിന്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാം എന്നൊരു മെസ്സേജ് കൂടി എനിക്ക് പേഴ്സണലായിട്ട് കിട്ടി. തീരാൻ പോകുന്നു, ഉഷാറായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്ത കൂടി തന്നതിൽ വളരെ നന്ദി. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. നമ്മൾ പലപ്പോഴും ജീവിത തിരക്കുകൾ കൊണ്ടിരുന്ന് മുന്നോട്ട് ചിന്തിക്കാതെ പോകുന്ന സമയങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യാൻ സമയമായി. ഇനിയും മുന്നോട്ട് ചിന്തിച്ച് പുതിയൊരു തുടക്കത്തിന് ചെയ്യാൻ സാധിക്കാത്തത് പുതിയ ചിന്തിച്ച് സ്റ്റാർട്ട് ചെയ്യാനും ഒരു പുതിയൊരു ജേർണി ആണെന്നുള്ള ബോധ്യം തരാനും ഒക്കെ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. നല്ലൊരു സെഷൻ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഇന്ദിര മാം. മാമിന്റെ ഫസ്റ്റ് സെഷൻ ആണല്ലേ ഇത്? ട്രെയിനേഴ്സ് ടോക്കിൽ ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ആണല്ലേ. എന്തായാലും നല്ല കേട്ടാ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. നല്ല ഇങ്ങനെ എന്താ പറയാ, മാമിന്റെ വോയിസ് ഇങ്ങനെ നല്ല നമുക്ക് തന്നെ ഭയങ്കര കാമായിട്ട് നല്ല ഫീൽ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടാ, ക്ലാസ് പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമ്മുടെ മോർണിംഗ് സെഷനിലുള്ള എല്ലാവരും ഈ കൺസൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് പ്രൂവ് ചെയ്യിക്കുന്നതാണ് നമ്മുടെ ഈ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചർക്ക് ഈ ഇപ്പോഴത്തെ നമ്മുടെ പ്രോഗ്രാം. അത് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരൊക്കെ കണ്ടേ, നമ്മളിപ്പോൾ എത്ര ആളുകള് നമ്മുടെ ഈ ഗ്രൂപ്പിൽ, എനിക്ക് തോന്നുന്നു 800+ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇതിലെനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ആളുകളെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയാലോ. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ഓക്കെയാണ്. ആളുകള് എല്ലാം ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഓരോ ദിവസം ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഒരാൾ ഇതുപോലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു വിഷയം പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിഷയം വരില്ല.
ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത് രാവിലെ തന്നെ ഓരോ ക്ലാസ്സിലൂടെ. ഓരോരുത്തർക്കും ഉണ്ട് ഓരോ സക്സസ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് നമ്മൾ എടുക്കുക ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ഓക്കെ ആവുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് എടുക്കുക, മുന്നോട്ട് പോവാ. എന്തായാലും ഇത് ഒരുക്കി തന്ന വിമ്പളിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. ഈ ഒരു അവസരം തന്നെ വിൻബിൾ ടീമിന് വളരെയധികം സന്തോഷം. ചെറിയൊരു ടോപ്പിക്കാണ്, അത് നിങ്ങൾ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോടുകൂടി ആ ഒരു തോട്ടോടു കൂടി നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണല്ലോ ഓരോരോ ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇന്ന് ആ ക്ലാസ് കേട്ടിട്ട് ഇത്രയും സമയം എൻ്റേത് വേസ്റ്റ് ആയില്ല എന്നുള്ള ആ ഒരു തോട്ടോടു കൂടി പോകുന്നതിനേക്കാളും എനിക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കിട്ടിയല്ലോ എന്ന ആ ഒരു സന്തോഷത്തോടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനോടെ പോകുമ്പോൾ അത് നമുക്ക് ആ ഒരു ദിവസവും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലേക്ക് നമുക്കൊരു എനർജി തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഈ 226 ദിവസത്തോടു കൂടി നമ്മൾക്ക് അത്രയും ഒരു എനർജി കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മുന്നിലേക്കുള്ള ഓരോരോ വാതിലുകളാണ് നമുക്ക് തുറന്നു തരുന്നത്. അപ്പൊ എല്ലാവരും ആ ഓരോ വാതിലിലൂടെ പോയി അവസരങ്ങള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സന്തോഷം. താങ്ക് യു വിൻബിൾ ടീം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ന്യൂ ഇയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ കഴിയാൻ പോകുന്ന വർഷത്തിനെ കുറിച്ചിട്ടോ പറയാനുണ്ടെങ്കിൽ പറയാം. വരാനുള്ള വർഷത്തെ കുറിച്ച് പറയാനില്ല, അതായില്ലല്ലോ. അതെ, ഹലോ അഡ്വാൻസ്ഡ് ആയിട്ട് വേണം ഞാൻ പറഞ്ഞ എന്തോ നമ്മുടെ പറയാനുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. പവാസാറിന് എന്തോ പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതിനിടയ്ക്ക് ഷജീലമാൻ വന്നിട്ടുണ്ട്. ഷജീലാൻ പറഞ്ഞോട്ടെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് നല്ല മോർണിംഗ്. മാം നന്നായിട്ട് സംസാരിക്കുന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മോർണിംഗ് സർക്കിളിലൊക്കെ വരണം, നന്നായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും. അപ്പൊ അന്ന് പറഞ്ഞു ഇതിനൊക്കെ ഒരു മടിയാണെന്നോ മുന്നോട്ട് വരാനുള്ള ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരു അസസ്മെന്റിന്റെ ഇതിന് വേണ്ടിയിട്ട് ഇടമുറ്റത്ത് വന്നപ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നന്നായിട്ട് സംസാരിച്ചിരുന്നു, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു സെഷനായിരുന്നു. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമ്മള് പുതിയ തീരുമാനങ്ങള് ഒരു ഇയർ എൻഡിങ്ങിൽ നമ്മൾ എടുത്താലും അത് എത്രത്തോളം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളത് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പിന്നോട്ട് വലിഞ്ഞു വരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരെല്ലാവരും ഏകദേശം ഈ ഒരു മോർണിംഗ് സർക്കിളൊക്കെ കേട്ട് കുറേ അറിവുകൾ ഓരോരുത്തരിൽ നിന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോരുത്തരിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പുതിയത് എടുക്കാനുണ്ടാവും. അതുപോലെ എടുത്ത് വരുന്നവരാണ് എന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവരെല്ലാവരും. എന്തായാലും നല്ല സെഷനായിരുന്നു. കഴിഞ്ഞ വർഷം ഈ വർഷം എങ്ങനെ ആയിരുന്നു അതിന്റെ പോസിറ്റീവും നമുക്കുണ്ടായിരുന്ന കുറവുകൾ എന്തൊക്കെ ഇനി പുതിയത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നു. അതുപോലെ തന്നെ മാമിന്റെ എക്സ്പീരിയൻസ് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇന്ന് മാമിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ദിര മാം അതിൽ പറയുന്നുണ്ട് വിമ്പിളില് വന്നു എന്നിട്ട് പിന്നെ ഇനി പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നുള്ളത്. അതൊരു നെഗറ്റീവായിട്ടല്ല പറയണത്. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട് വിമ്പിളിൽ ഇങ്ങനെ ഒരു CBT ആയാലും അങ്ങനെ ഒരു കോഴ്സിൽ വന്നിട്ട് പിന്നെ ഒരുപാട് കോഴ്സുകൾ ചെയ്ത് ഒരുപാട് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇന്ദിര മാം ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ, തുടക്കത്തിൽ അങ്ങനെ വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് എടുത്തതിന് എന്തായാലും അതെ, സന്തോഷം. സന്തോഷം. സത്യമാണത്. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കും. കാരണം ആ CBT പറഞ്ഞ ഒരു കോഴ്സിന് അത്ര നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഫീയും കാര്യങ്ങളൊക്കെ പുറമെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ആഗ്രഹം കൊണ്ട് മുന്നേ ഒരിക്കലൊക്കെ ഫൈസൽ സാറും ഒക്കെ ഒരു വീഡിയോയില് എക്സ്പീരിയൻസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പല തെറാപ്പികളും പഠിക്കാതിരുന്നത് പൈസ ഇല്ലാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അന്ന് നേരിട്ടത് കൊണ്ടാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്നുള്ള ഒരു തോട്ട് സാറിന്റെ ഉള്ളിലും നിസാം സാറിന്റെ ഉള്ളിലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു ചുരുങ്ങിയ ഒരു ഫീസിൽ മാക്സിമം ഇൻഫർമേഷൻസ് കൊടുക്കുക. അത് അവർക്ക് അവരുടെ കേൾക്കുന്ന ആളുകൾക്ക്, അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ കരിയറിൽ അത് യൂസ്ഫുൾ ആക്കുക എന്ന് പറയുമ്പം അത് വലിയൊരു കാര്യമാണ്. അപ്പം നല്ലൊരു ഫാക്കൾട്ടീനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അവർ കൊടുക്കുന്ന കാര്യങ്ങൾ അത് അതിലും ഏറെ മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിന്ന് എൻ്റെ കരിയറിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം എന്ന് പറയുന്നത് അത് വിൻപിൾ തന്നെയാണ്. അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അടി വരയിട്ട് ഞാൻ പറയുന്നുണ്ടെന്ന്. ശരിക്കും ഇപ്പൊ ആ വീഡിയോ കാണുമ്പോൾ അടി വരയിട്ടു എന്ന് പറയുമ്പോൾ അടി കൂടെ അങ്ങനെ വരയിടുന്നവരെ കാണുന്നുണ്ട് അതിൽ. കാരണം ഞാനത് അത്രയും എന്താ പറയാ ഡൗൺവേർത്ത് ആയിട്ട് അത്രയും ഒരു ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് പറഞ്ഞത്. കാരണം നമുക്ക് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മളൊന്നും പറയില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം, എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഓരോ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഈ എവിടേക്കോ എത്തിയില്ലേ, ഈ സ്ട്രഗിൾ ചെയ്തത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം എവിടെയെങ്കിലും എത്തി എന്ന് കാണുമ്പം നമ്മൾ എവിടെയെങ്കിലും എത്തി എന്ന് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് ഇപ്പൊ +2 പഠിച്ച ഫ്രണ്ട് ഇപ്പൊ അടുത്ത് ബസ് കണ്ടപ്പോൾ അപ്പോഴും അവള് പറയുന്നുണ്ട് അതിന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ എത്തിയിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ തുഴയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുഴയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഇങ്ങനെയെങ്കിലും എത്തിയല്ലോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ വിജയത്തില് നമ്മൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, നമ്മളുടെ കൂടെ ഇല്ല, നമ്മളുടെ ആ ഒരു സ്ട്രഗിള് കണ്ടിട്ടുള്ള അത്രയും സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളും, അല്ലെങ്കിൽ അവിടെ ഒരുപാട് നെഗറ്റീവ്സ് എവിടെ എത്തൂല എന്ന് പറഞ്ഞ ആളുകൾ നമ്മളുടെ വിജയം കാണുകയാണ്. അതവർക്ക് കാണാൻ പറ്റാൻ ഒരു അവസരം നമ്മളെ കൊണ്ട് ദൈവം ഉണ്ടാക്കിക്കും. അതാണ് ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ, ഈ ഒരു വർഷം എന്നല്ല, ഈ ഒരു ഘട്ടം, ഈ ഒരു സമയം തന്നെ കടന്നു പോവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ, അല്ലെ? ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് പോവുക എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതേപോലെ തന്നെ ആർട്ട് തെറാപ്പി, CBT അതൊക്കെ പഠിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചെറിയൊരു എഴുത്ത് വരെ തുടങ്ങി. ആ എഴുത്ത് ഞാൻ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എഴുത്ത് വന്നപ്പം അത് ആ എഴുത്ത് വരാനുള്ള ഒരു കാര്യം കൂടി, നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് തന്നെ പഠിക്കുന്നത്, ഓരോ ഇമോഷൻസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ്. ആ ക്ലാസ്സിൽ നിന്നും ആ ഫാക്കൽറ്റീസ് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് അത് നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവിടെ പുറത്തു വന്നത്. ഒരിക്കലും ഞാനൊരു എഴുതുന്ന ഒരാളേ അല്ല, പക്ഷെ ആ ഒരു സാധനം നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഈ ഒരു ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴാണ്. ശരിക്കും ഞാൻ ഈ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുക എന്നുള്ളത് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയോ ഒരു സ്വപ്നത്തിൽ നടക്കണ, അല്ലെങ്കിൽ അതൊന്നും നടക്കൂല എന്നുള്ളൊരു തോന്നലായിരിക്കും. പക്ഷെ അന്ന് നിസാർ സർ വെറുതെ പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം, മാമിന്റെ ക്ലാസ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിത്താണത്. ആ വിത്ത് നമ്മൾ മുളപ്പിച്ച് നമ്മളുടെ ഉള്ളിൽ ഒരു ആഗ്രഹത്തിന്റെ വിത്താണ് ആ സാർ എന്ന് പാകിയത്. ആ പാകിയത് കൊണ്ട് ഒരു ചെറിയൊരു ടോപ്പിക് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഇന്ദിര മാം. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ സെറ്റ് ബാക്സും നമ്മളെ ഓരോ നെഗറ്റീവ്സും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് നമുക്ക് ലൈഫിൽ നമ്മൾ എന്താ പറയാ, ഏറ്റവും സിമ്പിളായി പറഞ്ഞാല് നമ്മുടെ ഇൻസൾട്ട് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയൊരു എനർജിയാണ് അത്. അങ്ങനെ നമ്മൾ പിന്നെ ഇത് നമ്മുടെ അവസാനത്തെ ഓപ്പർച്യൂണിറ്റി ആണ്. എന്നെ പേഴ്സണലായിട്ട് ഇവിടുന്ന് തുടങ്ങണം എന്നുള്ള ഒരു പേഴ്സണൽ മെസ്സേജ് കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടി. താങ്ക് യു മാം. പിന്നെ വിംബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അൻസാർ സാറും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ വിംബിളില് വന്നാല് പിന്നെ നമുക്ക് ഇവിടുന്ന് പോവില്ല. ഞാനിപ്പോ ഇവിടെ ഇതില് തന്നെ ഒരുപാട് കോഴ്സ് ചെയ്തു. അപ്പൊ മാമും ഞാനും 21st ബാച്ചിൽ ചെയ്യുന്ന ആള്. നമ്മൾ പ്രത്യേകിച്ച് ആ ഇതുവരെ ചെയ്യാത്ത നമ്മൾ 21st ബാച്ചിന്റെ ആ ഫെയർവെൽ ഇതാണ്. അതില് തന്നെ മാമിന്റെ ആ ഒരു സംഘാടകർക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോ മാമിന്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ അവിടെ ഓൾറെഡി കണ്ടു. ഈ പിന്നെ ഇപ്പൊ ക്ലാസ്സിൽ കൂടി ഒന്നുകൂടി അനുഭവിച്ചറിയാൻ കഴിഞ്ഞു.
വിംബിളിന്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരെ നോക്കിയാൽ നമുക്ക് കാണുന്ന നമ്മുടെ സൂസൻ മാമാണ്. ആ ഒരു ഫേസിലോട്ട് നോക്കിയാണ് നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജി കിട്ടുന്നത്. വേറെ പിന്നെ എന്ത് വേണം? അപ്പോ അതേ ഒരു ഉദാഹരണം പറയാം. ഇന്നും നമ്മൾ കാണുന്നത് സൂസൻ മാമിനെ ആ ഒരു നേരിട്ട് നമ്മ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇടയ്ക്ക് നമ്മള് അത് കണ്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു നഷ്ടവും. അപ്പോ എന്നിങ്ങനെ ഇത് കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഒരുപാട് നമ്മുടെ ഈ വിംബിള് നമുക്ക് തരുന്നുണ്ട്. അതിന് ഒരുപാട് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോ അൻസാർ സാറും ഞാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വന്നവരാണ്. പിന്നീട് അങ്ങനെ വിട്ടുപോകാൻ തോന്നിയിട്ടില്ല. എല്ലാവർക്കും ഒരുപാട് പ്രാർത്ഥനകൾ. ഈ ഒരു സന്തോഷം നമ്മുടെ ഈ മോർണിംഗ് സർക്കിളിലെ ഫാമിലി എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. നമ്മൾ എല്ലാവരും ഒരുപാട് മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വരുന്ന വർഷം എല്ലാവർക്കും നല്ല രീതിയിലാവട്ടെ. സൂസൻ മാം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലതായിട്ട്. നമ്മുടെ നിസാവ് സാറിന്റെ സാന്നിധ്യം കൂടി ഇതിലിങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം. റൌഫ് സാറൊക്കെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിൽ ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ് വീക്ഷിക്കുമ്പോൾ അതും നമ്മളുടെ ഒക്കെ ഒരു വലിയ അഭിമാനമാണ്. പുള്ളിക്കാരൻ അമേരിക്ക പോയിട്ടില്ല കേട്ടോ. കാനഡയില് അല്ല, റൌഫ് സാറ് അല്ലെ? അത് അബിസാറല്ലേ? സാറാണ് കാനഡ. അബിസാറും കാനഡ തന്നെയല്ലേ? അല്ല, റൌഫ് സാറ് ലോസ് ഏഞ്ചൽസിലല്ലേ? US ആണ്. കാലിഫോർണിയ സർ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളിവിടെ താമരശ്ശേരി ചുരത്തൊക്കെ എടുക്കാണല്ലോ, ഓരോ വിദേശത്താ. അങ്ങനെയല്ല, നമ്മളും വിദേശത്താണ്. നമ്മള് പറഞ്ഞ ഞാനും നിസാർ സാറ് ചെയ്യുന്നു. അപ്പോ നമ്മുടെ ചന്ദ്ര മാമുണ്ട്. ഇവരൊക്കെ കാണുമ്പോ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇവരെല്ലാവരുടെയും ഫീഡ്ബാക്ക് കേൾക്കാനും. അതെ, ഒരുപാട് അതെ. അപ്പോ നേരത്തെ സജൻ മാം പറഞ്ഞ പോലെ ഈ ഒരു ടീം നമ്മള് രാവിലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ എനർജി പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോ അത്രയുള്ളൂ ഞാൻ നോക്കുന്നു. മ്യൂട്ടാണ് സാർ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ തുടങ്ങിയ സമയത്ത് കറക്റ്റ് 6 മണിക്ക് കഴിയും. നമ്മളുടെ ഫീഡ്ബാക്സ് ഒക്കെ പറഞ്ഞ് ഒരു 6:10 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിയും. കൂടുതലും എനിക്ക് തോന്നുന്നു അർച്ചന മാമിന്റെ ക്ലാസ് ആണ് ഒരു 6:30 വരെയൊക്കെ പോയിട്ടുള്ളത്. ഇതിപ്പം ഭയങ്കര ഒരു സന്തോഷം. നമുക്ക് 6:30 വരെയൊക്കെ നമ്മളുടെ ഒരു വിലപ്പെട്ട ഒരു സമയങ്ങളാണ്, അടുക്കളയിലൊക്കെ ചിലവഴിക്കുന്ന സമയമാണ്. പക്ഷെ അത് കുറച്ച് നീണ്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെ എക്സ്പീരിയൻസ് പറയാന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം. ആർക്കും പോവാൻ തോന്നുന്നില്ല അല്ലെ? ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുന്ന വിചാരിച്ച് ഞാൻ നോക്കിയിരിക്കുകയാണ്. നിസാവ് സാർ ഒരു 2 ദിവസത്തേക്ക് വന്നേക്കണല്ലേ നിസാവ് സാർ? എല്ലാ ദിവസവും എന്റെ ഉണ്ടാവില്ലേ? കഴിഞ്ഞു. നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ ഉണ്ടാവും. നിസാവ് സാറേ, അല്ല നിസാവ് സാറ് ഇവിടെ മാത്രല്ല വിംബിളിൽ മാത്രല്ല പലയിടത്തും പോയിട്ട് പലരുടെയും കൺസൾട്ടേഷൻ തല്ലി പൊട്ടിച്ച് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ഞാൻ ഇതോട് നിർത്തേട്ടാ. ഇനിയിപ്പോ എന്റെ നെഞ്ചത്തോട്ടായിക്കോ ഇന്ന് രാവിലെ ആണല്ലോ. ഇല്ല, സാറിന്റെ വോയിസ് ബ്രേക്ക് ആണ്. സാറിന് റേഞ്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ. Hello, Indira ma'am. Hello ma'am. Thank you so much for the wonderful session. Actually, it really took us on an emotional journey.
മാം ഫ്രം ദ ബിഗിനിങ് അങ്ങനെ പോയി, പിന്നെ മാമിന്റെ സ്റ്റോറിയിലോട്ട് എത്തിയപ്പം ആക്ച്വലി ഭയങ്കര ഒരു ഇമോഷണലി എത്തിപ്പോയിട്ടുണ്ട്. ആൻഡ് യുവർ സർവൈവൽ, അത് ഒന്നും പറയാനില്ല, ഇറ്റ്സ് ബിയോണ്ട് ദ വേർഡ്സ് ആണ്. അടിപൊളി ആയിട്ട് മാം അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ചന്ദ്ര മാം. ഹായ് മാം. ആരോ എന്നെ വിളിച്ചു, സജന മാം ആണ്. ഇല്ല, ഞാൻ ചന്ദ്ര മാമിനെ വിളിച്ചതായിരുന്നു. ഇന്ദിരാ മാം എന്നാ കേട്ടെ. സജ്ന മാം, എനിക്ക് പറയണമെന്ന് കുറെ ഉണ്ട്, പക്ഷെ ടൈം നോക്കുമ്പോ എല്ലാവർക്കും തിരക്കായിരിക്കും. ഒരു 5 മിനിറ്റ്സ് കൂടി മാമിന് തരാം. ചന്ദ്ര മാം 5 മിനിറ്റ്സ് കൂടി പറഞ്ഞോളൂ. അവസാനമായിട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ് ഇന്നത്തെ. അല്ല, അതിൽ എനിക്ക് ക്ലിക്ക് ചെയ്തിപ്പോ ലിഫ്ന മാം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു പോയിന്റ്, ദാറ്റ് ഈസ് ഇപ്പോ മാം പറഞ്ഞില്ലേ, മാമിന്റെ ഫാദർ വന്നിട്ട് അവിടെ അബ്രോഡ് ആയിരുന്നു. അമ്മയുടെ കണ്ടീഷൻ കണ്ടിട്ടാണ് ഹെൽത്ത് പ്രോബ്ലംസ് ആയതുകൊണ്ട് ജോബ് വേണ്ട വെച്ചിട്ട് വന്ന് അമ്മേനെ കെയർ എടുത്തിട്ട് മക്കളിനൊക്കെ കെയർ എടുത്തു എന്നുള്ളത് ഞാൻ ആ പോയിന്റ് കേൾക്കുമ്പോൾ, ബിക്കോസ് എപ്പോഴും എന്നെ ഓവർടേക്ക് ചെയ്യുന്നത് എന്റെ പ്രൊഫഷൻ ആണ്. അപ്പൊ ഇന്ന് ഒരു ചെറിയ റീസൺസ്, ഒരു റീസണും ഇല്ല നമ്മൾ യൂസ് ചെയ്യുന്ന, ശരിക്കും ആസ് എൻ അഡ്വക്കേറ്റ് എനിക്കതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മെന്റൽ ഇൻകമ്പാറ്റബിലിറ്റി പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആ ഫാമിലി സ്പ്ലിറ്റ് ആയി. ശരിക്കും ഈ സ്പ്ലിറ്റ് ഫാമിലി സൊസൈറ്റിക്ക് ഒരു ട്രബിൾ ആണ്. ആക്ച്വലി നമ്മൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്ന കുട്ടികള്, ബിക്കോസ് ഞാൻ അങ്ങനത്തെ കുറെ കുട്ടികളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവർ ക്ലാസ് റൂമിലായാലും ശരി, അവരുടെ എമോഷൻസ് ആയാലും, നമുക്ക് ഈ ഒരു ക്ലാസ് റൂമിൽ എല്ലാവരുടെ എമോഷൻസ് ആസ് എ ടീച്ചർ ചിലപ്പോ ഈ മാതിരി കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതും നമ്മൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ ആ ക്ലാസ് എടുക്കാൻ തന്നെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം പറഞ്ഞാൽ, ഞാൻ 5th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും സ്പ്ലിറ്റായി. അന്നത്തെ ഒരു ഇൻസിഡന്റ് പറയണത്, അമ്മ വന്നിട്ട് കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അച്ഛൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അച്ഛൻ കുട്ടീനെ സ്കൂളിൽ വിടുമ്പോ പറഞ്ഞിരിക്കുകയാണ്, ആര് വിളിച്ചാലും നീ പോകാൻ പാടില്ല. ജസ്റ്റ് ഇമാജിൻ സർ, നമ്മൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതിന്റെ പർപ്പസ് എന്താണ്? ഈ കുട്ടിയുടെ മനസ്സിൽ ഓടുന്ന ഒരു കാര്യം, അമ്മ വന്നിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ പോവാണെന്നുള്ളത് അച്ഛൻ വാൺ ചെയ്തിരിക്കുക. പിന്നെ അവിടെ ആ സ്കൂളിൽ ആകെ ബഹളം. അപ്പോ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ഡിസ്റ്റർബ് ആയി. സോ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ മാമിന്റെ ഫാദറിനൊക്കെ ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ഹിം. ബിക്കോസ് ഈ എല്ലാവർക്കും ലൈഫിലെ സ്ട്രഗിൾസ് ഉണ്ടാവും. ഈ സ്ട്രഗിൾസിന് ആസ് ഫാർ ആസ് പോസിബിൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഗിവ് ആൻഡ് ടേക്ക്, കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് അൺലെസ് ആൻഡ് അൺടിൽ. ഞാൻ ലോയിൽ പഠിക്കുമ്പോൾ ഡൈവേഴ്സിന്റെ ഒറ്റ റീസൺ ആയിരുന്നു, എന്താണ്, ചീറ്റിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹാം ചെയ്യുന്നത്. ഇത് ഞാൻ പഠിച്ചു വരുമ്പോ ഇതായിരുന്നു. പക്ഷെ ഇന്ന് ആ സെക്ഷൻസിന്റെ വേർഡിങ്സ് പോലും മാറിയിട്ടുണ്ട്. സോ എനിക്കത് വളരെ സ്ട്രൈക്ക് ആയ ഒരു കാര്യമാണ്. അതിനൊക്കെ അച്ഛന്റെ ഒരു സാക്രിഫൈസ് ഇൻ ലൈഫ് ആൻഡ് മക്കളിന് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട് വാട്ട് ടു സേ, ഈ എന്താ അത്രയും ഡിവോട്ടഡ് ആയ ഒരാളിന് ശരിയായി അപ്രിഷിയേറ്റ്. ആ ഒരു കാര്യം നമ്മൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഈ യങ്സ്റ്റേഴ്സ്ക്ക് അതൊരു വലിയ ലെസൺ തന്നെയാണ്. സോ അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചു. 5 മിനിറ്റ്സിനേക്കാൾ കൂടുതൽ പോയോ സർ? നിസാവ് സർ, താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ചന്ദ്ര മാം. നല്ലൊരു ഇതായിരുന്നു മാം. 5 മിനിറ്റ്സ് നല്ല വാല്യൂബിൾ ഇൻഫർമേഷൻ ആയിരുന്നു. ശരിക്കും മാമിന്റെ വായനൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഡെയിലി മാമിന്റെ ഫീഡ്ബാക്കിൽ നിന്നും മാമിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണല്ലോ, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് വലിയൊരു അസറ്റ് ആണ് ഞങ്ങൾക്ക്. താങ്ക് യു മാം. നമ്മള് നമ്മളുടെ എമോഷൻസിനും എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നതിലൊന്ന് വിട്ടു പോകുന്നുണ്ട് സർ. അറ്റ്ലീസ്റ്റ്
താങ്ക് ബോബി യു മാം. മാമിനാണ് അതെ ചോദിച്ചത്. അതെ ഷെജില മാം ആണെന്ന് തോന്നുന്നുണ്ട്. ബോബി മാം കുറച്ച് ദിവസമായിട്ട് ജോയിൻ ചെയ്യാറില്ല. മാം എന്തോ തിരക്കിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. ബോബി മാം മിസ്സിംഗ് ആണ്. ബോബിന് ആ, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ മെസ്സേജ് ഓക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ പ്രസിലേക്ക്. ഓക്കെ. അതെ എന്തായാലും ജിഷ അവരൊക്കെ മാമും ഇല്ല. ജിഷ മാമും നല്ല ഇൻഫർമേഷൻ ചെയ്യണം. എന്തായാലും നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഇങ്ങനത്തെ ഫീഡ്ബാക്ക് ശരിക്കും ഞങ്ങൾക്ക് വലിയൊരു അസറ്റ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ആ ഒരു എഫർട്ടിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും ചന്ദ്ര മാമിന്റെ ഒക്കെ ഈ ഒരു എഫർട്ടിന് പ്രത്യേകം താങ്ക്സ് പറയാം. സൂസ മാം, എല്ലാവർക്കും. അതുപോലെ ബോബി മാമിന്റെ പറഞ്ഞ പോലെ മിസ്സിങ് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരാൻ കഴിയട്ടെ. എല്ലാ പ്രാർത്ഥനകളും. ഹലോ അൻസർ സർ, ബോബി മാമിന് എന്ത് പറ്റി? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാമിനെ കാണാത്തപ്പം. എന്ത് പറ്റി? മെസ്സേജ് ചെയ്തപ്പം എന്താ സുഖം? ഹലോ അൻസർ സർ, ഇത് അസുഖം അൻസർ സർ ഞാൻ ചോദിച്ചില്ല. ആണോ? കുറെ നാളായല്ലോ മാമിനെ കണ്ടിട്ടല്ലേ? ഹെൽത്ത് ഇഷ്യൂ ആണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നു ഓക്കെ. പറഞ്ഞു. എന്നായിരുന്നു മാം ചോദിച്ചിരുന്നത്? ഞാൻ ചോദിച്ചു 2-3 ദിവസമായി. അതല്ലേ. കുറെ നാളായല്ലോ അല്ലേ മാം മോണിറ്ററിൽ വന്നിട്ട്? എന്തോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, എന്തോ അമ്പലത്തിൽ പിന്നെ അങ്ങനത്തെ ക്രിസ്മസ് അല്ലേ? അതിനുശേഷം ആ വൈക്കത്തെ അഷ്ടമിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹോസ്പിറ്റലിൽ മിസ്സിംഗ് അഡ്മിറ്റ് ആണ് ഒക്കെ എന്തായാലും. ആയിരുന്നു. ഓക്കെ. എന്തായാലും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇനി ആർക്കും പറയാനില്ലെങ്കിൽ. റൌഫ് സാറ് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, ഇന്നലെയും ഇന്നൊക്കെ. വേറെ അറ്റൻഡൻസ് എടുക്കാൻ വന്നതാണ്. ഞാന് കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ വൈകുന്നേരം ഓട്ടത്തിലാണ്, അപ്പം കേൾക്കാൻ പറ്റാറില്ല. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവരുടെ ഫീഡ്ബാക്കും അതെ, നല്ല നന്നായിരുന്നു. ക്ലാസ്. നേരത്തെ റൌഫ് സാറെ കുറിച്ചായിരുന്നു ചർച്ച. റൌഫ് സാർ ഇന്ദിരാ മാമിന് കുറെ കാനഡയിലാണോ നാളായി ലോസ് കണ്ടിട്ട്, ഏഞ്ചൽസിലാണോ? അപ്പം സന്തോഷം. റൌഫ് സാർ പറഞ്ഞോളൂ. സാറ് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലല്ലേ? അതെ ഓക്കെ. US ലാണ്, കാനഡയിലാണോ കാനഡ അല്ല. എന്നായിരുന്നു. അതായത് ഇവിടെ ചർച്ച ഉണ്ടായിരുന്നു. ഞാനും അത് തന്നെ പറഞ്ഞേ, പുള്ളിക്കാരൻ അവിടെ തന്നെയാണ്. അതെ അതെ. ഓക്കെ, നമുക്ക് ബൈ ബൈ പിരിയല്ലേ, നാളെ കാണാം. അൻസാർ സാർ എൻ്റെ അടുത്തോളൂ. Good day to everyone. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു നിസാർ